ഹല്ലേലൂയ ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയ വാർത്തകൾ വന്നുകൊണ്ടിരുന്നപ്പോൾ വ്ളാഡിമിർ പുടിൻ ക്രിസ്ത്യാനിയാണോ എന്ന പേരിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ട എൻ്റെ ഒരു സ്നേഹിതൻ ഫോൺ ചെയ്യുകയും സംഭാഷണ മധ്യേ റഷ്യയെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ നിറവേറാൻ സമയമായോ എന്നും ചോദിച്ചു. സത്യത്തിൽ രണ്ടാം ലോക മഹായുദ്ധാനന്തരമുണ്ടായ ശീതയുദ്ധ കാലഘട്ടങ്ങളിൽ പ്രവചന പ്രസംഗകർ റഷ്യയെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് ഇസ്രായേലിനെതിരെ അവരൊരു വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രസംഗം നടത്തിയിരുന്നു എന്ന് എനിക്കറിയാം. എന്നാൽ അതിനോടൊന്നും അങ്ങനെയുള്ള പ്രവചന പ്രസംഗങ്ങളോട് വലിയ താല്പര്യങ്ങൾ ഇല്ലാതിരുന്നതിനാൽ ഞാൻ അതിനെക്കുറിച്ചൊന്നും പഠിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ വിഷയം എൻ്റെ സുഹൃത്ത് ചോദിച്ചപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചൊരു പരിശോധന നടത്തി. അങ്ങനെ എനിക്ക് ലഭിച്ച വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നത്. ഒപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ, ഹല്ലേലൂയ ന്യൂസ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളുടെ കൂടെ സഞ്ചരിക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ആധുനിക ലോകത്ത് ജിയോ പൊളിറ്റിക്കൽ ഭൂപടത്തിലെ ഓരോ ചലനങ്ങളും യുദ്ധങ്ങളും സഖ്യങ്ങളും ലോകത്തിൻ്റെ സവിശേഷ ശ്രദ്ധയെ ആകർഷിക്കുന്ന കാര്യങ്ങളാണ്. ഒരു രാഷ്ട്രം അതിൻ്റെ എല്ലാം മധ്യത്തിൽ സ്ഥിരമായി ആഗോള ശക്തിയുടെ കേന്ദ്ര ബിന്ദുവായി നിലകൊള്ളുന്നു. അതാണ് റഷ്യ. ഈ റഷ്യയെക്കുറിച്ച് ബൈബിളിൽ എന്തെങ്കിലും പരാമർശങ്ങളുണ്ടോ? ബൈബിളിലെ പ്രവചന പുസ്തകങ്ങളിൽ പ്രമുഖമായ ഒന്നായ യെഹെസ്കേൽ പ്രവചനത്തിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ആ പരാമർശങ്ങൾ യാഥാർത്ഥ്യമാകാനും സംഭവിക്കുവാനുമുള്ള സമയമായോ? നമുക്കൊന്ന് പരിശോധിക്കാം. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗത്വം വഹിക്കുന്ന റഷ്യ അതിലൂടെ അന്താരാഷ്ട്ര ബന്ധങ്ങളിലും വിഷയങ്ങളിലും അതിരുകടന്ന സ്വാധീനം ചെലുത്തുന്നുണ്ട്. വീറ്റോ അധികാരം ഉപയോഗിച്ച് തങ്ങൾക്കിഷ്ടമല്ലാത്ത ആഗോള നടപടികളെ തടയാനും ലോകത്തിൻ്റെ ചലനങ്ങളെ ചില സന്ദർഭങ്ങളിലെങ്കിലും നിയന്ത്രിക്കാനും റഷ്യയ്ക്ക് സാധിക്കുന്നുമുണ്ട്. പാശ്ചാത്യ ചേരിയുടെ കടുത്ത എതിർപ്പുകളും ഉപരോധങ്ങളും നിലനിൽക്കെ തന്നെ ഇന്ത്യയുമായും ചൈനയുമായും ശക്തമായൊരു ബന്ധം നിലനിർത്തുവാൻ റഷ്യയ്ക്ക് സാധിക്കുന്നു. ഇത് ആഗോള ശക്തികൾക്കിടയിലെ റഷ്യയുടെ തന്ത്രപരമായൊരു സ്വാധീനം വ്യക്തമാക്കുന്ന കാര്യമാണ്. ഈ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ യെഹെസ്കേൽ പ്രവാചകൻ 2500 വർഷം മുമ്പ് വിവരിച്ച ഉത്തരദേശത്തു നിന്നുള്ള ശക്തികളുടെ ഇസ്രായേലിനെതിരെയുള്ള സഖ്യ സൈനിക നീക്കത്തിലേക്ക് കൃത്യമായി വിരൽ ചൂണ്ടുന്നു എന്ന് അന്ത്യകാല പ്രവചനങ്ങളെ വ്യാഖ്യാനിക്കുന്ന ദൈവശാസ്ത്രജ്ഞർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. യെഹെസ്കേൽ പ്രവചനം 38:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, രോഷ്, മേശക്ക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്: രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. വാക്യം 15 വരുമ്പോൾ, നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തു നിന്ന് തന്നെ വരും. റഷ്യയെ കൃത്യമായി ഫാർ നോർത്ത് അഥവാ വടക്കേ അറ്റത്തു നിന്നുള്ള ശക്തിയായി ബൈബിൾ സ്ഥാപിക്കുന്നു. ഇസ്രായേലിൽ നിന്ന് നോക്കുമ്പോൾ ഉത്തര ധ്രുവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതും മഹാശക്തിയുള്ളതുമായ ആധുനിക രാഷ്ട്രം റഷ്യയാണ്. റഷ്യൻ ഫാർ നോർത്ത് എന്നറിയപ്പെടുന്ന ഈ വിശാലമായ പ്രദേശം ആർട്ടിക് സർക്കിളിന് വടക്ക് സ്ഥിതി ചെയ്യുന്നു. ഇത് അതിൻ്റെ തീവ്രമായ കാലാവസ്ഥയ്ക്കും അതുല്യമായ പ്രകൃതി വിഭവങ്ങൾക്കും പേരുകേട്ടതാണ്. ഈ പ്രദേശം റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയിലും ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നിർണ്ണയിക്കുന്നതിലും നിർണായകമായ പങ്കുവഹിക്കുന്നതുമാണ്. നോർത്തേൺ സീ റൂട്ടിൻ്റെ വികസനവും ആർട്ടിക് മേഖലയിലെ ഗവേഷണങ്ങളും റഷ്യയുടെ സാമ്രാജ്യത്വ മോഹങ്ങളെ പിന്തുണയ്ക്കുന്നുമുണ്ട്. ഈ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം മാത്രമല്ല, ആ ഭൂമിയിൽ ഒളിച്ചിരിക്കുന്ന വിഭവങ്ങളും റഷ്യയെ പ്രവചനത്തിലെ ഈ നേതാവാകുവാൻ സഹായിക്കുന്നുണ്ട്. യെഹെസ്കേൽ 38:12 അനുസരിച്ച് ഒരു സഖ്യസേന ഉത്തര ദിക്കിൽ നിന്ന്, അതായത് വടക്കേ അറ്റത്ത് നിന്ന് ഇസ്രായേലിനെതിരെ പടയൊരുക്കവുമായി യുദ്ധത്തിന് വരുന്നു. ഇവർ വരുന്നത് ഇസ്രായേലിനെ കൊള്ളയടിക്കാനും കവർച്ച ചെയ്യുവാനുമുള്ള ലക്ഷ്യത്തോടെയാണെന്നും യെഹെസ്കേൽ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നു. അങ്ങനെ റഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരെ ഒരു യുദ്ധത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഈ പ്രവചനം ഉടനടി നിറവേറുമോ? ഇതാണ് നമ്മുടെ മുൻപിലുള്ള ചോദ്യം.
പ്രവചനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സിൽ റഷ്യയുമായും ഇസ്രായേലുമായും ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, 4 വർഷമായി തുടരുന്ന ഉക്രൈൻ യുദ്ധം റഷ്യയുടെ അവകാശവാദങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ അവസാനിപ്പിക്കുവാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരവധി പരിശ്രമങ്ങൾ നടത്തി. എന്നാൽ അവസാന ഘട്ടത്തിൽ അതിൽ നിന്ന് വഴുതി മാറുന്ന നിലപാടാണ് പുടിൻ എല്ലാ കാലത്തും കൈക്കൊള്ളുന്നത്. അതായത് അമേരിക്കയ്ക്കും നാറ്റോ രാജ്യങ്ങൾക്കും നേരിട്ട് ഇടപെടാൻ പറ്റുന്ന രീതിയിൽ ഉക്രൈൻ എന്ന് പറയുന്ന തൻ്റെ അയൽവക്കത്ത് കിടക്കുന്ന രാജ്യത്തെ കൈവിട്ട് കളയാൻ റഷ്യ തയ്യാറല്ല. രണ്ടാമത്തെ കാര്യം, റഷ്യയുടെ സഖ്യകക്ഷികളാകുമെന്ന് യെഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഇറാൻ, ലിബിയ, സുഡാൻ എന്നീ രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ വിവിധ നിലകളിൽ റഷ്യയുമായി സഹകരിക്കുന്നുണ്ട്. ഈ സഖ്യം കേവലം പ്രദേശങ്ങളുടെ കൂട്ടായ്മയല്ല, മറിച്ച് തന്ത്രപരവും പ്രത്യയശാസ്ത്രപരവുമായ പൊതു താല്പര്യങ്ങളുള്ള ഒരു പാശ്ചാത്യ വിരുദ്ധ രാഷ്ട്രീയ ചേരിയായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലുള്ള സഖ്യരൂപീകരണം പ്രവചന പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്നു എന്നതിൻ്റെ സൂചനയായി പ്രവചന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. 3, ആധുനിക റഷ്യയുടെ ഫാർ നോർത്ത് മേഖലയിൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും വൻ ശേഖരമുണ്ട്. റഷ്യയുടെ ഊർജ്ജ വിഭവങ്ങൾ ലോക വിപണിയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുമുണ്ട്. റഷ്യൻ ക്രൂഡ് അന്താരാഷ്ട്ര വിപണിയിൽ വിൽക്കാനാവാത്ത നിലയിലേക്ക് അമേരിക്കയും യൂറോപ്യൻ സഖ്യകക്ഷികളും ചേർന്ന് ഉപരോധങ്ങൾ ശക്തിപ്പെടുത്തുന്നു. നമുക്കറിയാം, ഇന്ത്യക്കെതിരെ താരിഫ് യുദ്ധത്തിലൂടെ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ തടയുന്നതിൽ അമേരിക്ക ഒരു പരിധിവരെ വിജയിച്ചു നിൽക്കുന്ന സന്ദർഭമാണിത്. എണ്ണ വിൽക്കാനാവാതെ വരുന്നത് റഷ്യയെ സാമ്പത്തികമായി വല്ലാതെ ഞെരുക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനും അമേരിക്കൻ ചേരിക്കെതിരെ തന്ത്രപരമായ ഒരു വിജയം നേടാനും അറ്റകൈ പ്രയോഗമെന്ന നിലയിൽ പുടിൻ ഇസ്രായേലിനെതിരെ ഒരു പടനീക്കം നടത്തിയാൽ അത് യെഹെസ്കേൽ പ്രവാചകന്റെ പ്രവചനത്തിലെ യുദ്ധമായി മാറുവാൻ സാധ്യതയുണ്ടെന്നാണ് ബൈബിൾ പ്രവചന പഠിതാക്കൾ, വ്യാഖ്യാതാക്കൾ കണക്കുകൂട്ടുന്നത്. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ടുന്ന മറ്റൊരു കാര്യം, ഒരു യുദ്ധമുണ്ടായാൽ ഇസ്രായേലിന് ഏഷ്യൻ മേഖലയിൽ നിന്ന് ശക്തമായ പിന്തുണ ലഭിക്കേണ്ടുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. ഇപ്പോൾ തന്നെ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള വൻതോതിലുള്ള സൈനിക സഹകരണമുണ്ട്. എന്നാൽ റഷ്യ ഇസ്രായേലിനെതിരെ നീങ്ങിയാൽ ഇന്ത്യക്ക് അതിലേതെങ്കിലും ഒരു രാജ്യത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കാത്ത നിലയിലേക്ക് ഇന്ത്യ റഷ്യ ബന്ധം ഇപ്പോൾ ദൃഢമായിരിക്കുന്നതും സാഹചര്യങ്ങൾ പ്രവചന പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്നതിൻ്റെ സൂചനയായേക്കാം. ഇനി 4ാമത്തെ കാര്യം, ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആശ്വാസകരമായ ഒരു കാലഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ എന്നീ ഭീകര പ്രസ്ഥാനങ്ങൾ ഇനി ഒരു തിരിച്ചടിക്ക് ശക്തിയില്ലാത്ത വിധം തകർന്നു കഴിഞ്ഞു. ചെറിയ ഒരു എതിർശബ്ദവും ഉയർത്താനാവാത്ത വിധം മാറിപ്പോയിരിക്കുന്നു. ഇവയെല്ലാം പുറകിൽ നിന്ന് സഹായിച്ച ഇറാനും ഉടനെ എങ്ങും ഉയർത്തെഴുന്നേൽക്കാനാവാത്ത വിധം വീണിരിക്കുന്നു. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിർഭയമായി വസിക്കത്തക്ക നിലയിലുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് ചുരുക്കം. ഇനിയാണ് നമ്മൾ പ്രവചനത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. പ്രവചനത്തിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് ആദ്യം പരിശോധിക്കാം. ആദ്യകാലത്തെ ഇസ്രായേൽ BC 593-നും 570-നും ഇടയിലാണ് യെഹെസ്കേൽ പ്രവചനം എഴുതപ്പെട്ടത്. അതായത് 2500 വർഷങ്ങൾക്ക് മുൻപ്. യെഹെസ്കേൽ 38-39 അധ്യായങ്ങളിൽ കാണുന്ന യുദ്ധം യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന അർമഗദോൻ യുദ്ധത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഡിസ്പെൻസേഷണൽ കാഴ്ചപ്പാടനുസരിച്ച് യെഹെസ്കേൽ പ്രവചനം സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് തൊട്ടു മുമ്പ് നടക്കാനിരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ഈ പ്രവചനം ഇസ്രായേലിന്റെ പുനഃസ്ഥാപനത്തിന് ശേഷമുള്ള ആക്രമണത്തെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. യെഹെസ്കേൽ 38-ന്റെ 10-ാം വാക്യത്തിൽ ഗോഗിനോട് അഥവാ റഷ്യയോട് പ്രവചിക്കുകയാണ്, അന്നാളിൽ നിന്റെ ഹൃദയത്തിൽ ചില ആലോചനകൾ തോന്നും. വാക്യം 12-ലേക്ക് വരുമ്പോൾ, ഒട്ടൊഴിയാതെ മതിലും ഓടാമ്പലും കതകം കൂടാതെ നിർഭയം വസിച്ച് സ്വൈരമായിരിക്കുന്നവരുടെ നേരെ ഞാൻ ചെല്ലും എന്ന് നീ പറയും. അതായത് ഇസ്രായേൽ ശാന്തമായി വസിക്കുമ്പോൾ വടക്ക് നിന്നുള്ള ഒരു വലിയ സഖ്യം അവരെ ആക്രമിക്കാൻ വരുമെന്നാണ് ഈ പ്രവചനം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പ്രവചനങ്ങളിലേക്ക് ഒന്നുകൂടെ ആഴത്തിലിറങ്ങുമ്പോൾ യെഹെസ്കേൽ 38-ലെ സൈനിക നീക്കത്തിന് നേതൃത്വം നൽകുന്നത് മാഗോഗ് ദേശത്തിലെ ഗോഗ് ആണെന്ന് 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഇനി എന്താണ് ഗോഗ്? ഇസ്രായേലിനെ ആക്രമിക്കുന്ന സഖ്യത്തിൻ്റെ നേതാവാണ് ഗോഗ്.
ഇത് ഒരു വ്യക്തിഗത നാമത്തെക്കാൾ ഫറവോൻ എന്നൊക്കെ പറയുന്നത് പോലെ നേതാവെന്നർത്ഥമുള്ള ഒരു പദവി ആയിരിക്കാമെന്ന് ചില പണ്ഡിതർ വിശ്വസിക്കുന്നു. ഈ ധാരണ പ്രവചനത്തിന്റെ കൃത്യതയെ ശക്തിപ്പെടുത്തുന്നുണ്ട്. കാരണം ഒരു പ്രത്യേക വ്യക്തിയുടെ ഉയർച്ചയെ മാത്രം ആശ്രയിക്കാതെ ആ പദവി വഹിക്കുന്ന ആരെയും ഈ പ്രവചനത്തിൽ ഉൾപ്പെടുത്തുവാൻ അതുമൂലം സാധിക്കുന്നു. ഈ പ്രവചനത്തിന്റെ പ്രാധാന്യം സഖ്യത്തിന്റെ നേതാവിന്റെ വ്യക്തിപരമായ ഐഡന്റിറ്റിയിലല്ല, മറിച്ച് ഉത്തരദേശത്തു നിന്നുള്ള, അതായത് വടക്കേ ദേശത്തു നിന്നുള്ള പരമോന്നതനായ ഒരു ഭരണാധികാരി എന്ന പദവിയുടെ രാഷ്ട്രീയ ശക്തിയിലാണ് നിലകൊള്ളുന്നത്. എന്താണ് മാഗോഗ്? ഗോഗ് ഭരിക്കുന്ന ദേശം നോഹയുടെ പേരക്കുട്ടികളിൽ ഒരാളായ മാഗോഗിന്റെ പിൻഗാമികൾ കരിങ്കടലിനും കാസ്പിയൻ കടലിനും ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ആധുനിക റഷ്യയുടെ തെക്കൻ അതിർത്തി ആ ഭാഗങ്ങളിൽ താമസിച്ചിരുന്നതായി കരുതപ്പെടുന്നു. ഈ പ്രദേശം പുരാതന കാലത്ത് സ്ഥിതിയരുടെ നാടായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഡേവിഡ് ജെറമിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ മേഖലയെ മുൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ തുടങ്ങിയ മധ്യേഷ്യൻ സ്ഥാൻ രാജ്യങ്ങളായി തിരിച്ചറിയുന്നു. ഇനി എന്താണ് രോഷ്, മേശക്, തൂബാൽ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരദേശത്തെ പേരുകൾ ഗോഗിന്റെ നേതൃത്വത്തിലുള്ള പ്രധാന ഗോത്രങ്ങളാണ് രോഷ്, മേശക്, തുബാൽ എന്നിവ. ഇവയും നോഹയുടെ മകനായ യാഫേത്തിന്റെ പിൻഗാമികളാണെന്ന് ബൈബിൾ പറയുന്നു. യെഹെസ്കേൽ 38 എല്ലാ പേരുകളും, അതായത് മാഗോഗ്, മേശക്, തൂബാൽ, ഗോമർ, തോഗർമ എന്നിവയെല്ലാം ഉത്ഭവിക്കുന്നത് ഉൽപ്പത്തി 10-ാം അധ്യായത്തിലെ നോഹയുടെ വംശാവലി പട്ടികയിൽ നിന്നാണ്. ഈ വംശീയ ഗോത്രങ്ങൾ ഏഷ്യ മൈനറിൽ നിന്ന് വടക്കോട്ടും കിഴക്കോട്ടും കുടിയേറിയെന്ന ചരിത്രപരമായ വീക്ഷണം റഷ്യൻ ഐഡന്റിഫിക്കേഷൻ ഒരു പൗരാണിക അടിത്തറ നൽകുന്നുമുണ്ട്. ചില വ്യാഖ്യാതാക്കൾ മേശക്കിനെയും തുബാലിനെയും ആധുനിക തുർക്കിയിലെ പ്രദേശങ്ങളായി കണക്കാക്കുമ്പോൾ സ്കോഫീൽഡ് റഫറൻസ് ബൈബിൾ രചയിതാവായ CI സ്കോഫീൽഡ് പോലുള്ളവർ ഇവരെ റഷ്യൻ നഗരങ്ങളായ മോസ്കോ, ടൊബോൾസ്ക് എന്നിവയുമായി ബന്ധിപ്പിക്കുന്നു. ഈ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുമ്പോൾ പ്രവചനം ലക്ഷ്യമിടുന്നത് വടക്കൻ ഗോത്രങ്ങളെ മാത്രമല്ല, ആധുനിക റഷ്യൻ രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളെ കൂടെയാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനമായിട്ട് രോഷ് എന്ന് ബൈബിൾ പറയുന്നത് റഷ്യ ആണെന്നുള്ള വാദമാണ്. ഗോഗ്, രോഷ്, മേശക്, തൂബാൽ എന്നിവയുടെ പ്രഭു എന്നാണ് എസെക്കിയേൽ പ്രവചനം 32-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വിവരിക്കുന്നത്. ഇവിടെയുള്ള രോഷ് എന്ന പദമാണ് റഷ്യയെ ബൈബിളുമായി ബന്ധിപ്പിക്കുന്നതിൽ ഏറ്റവും നിർണായകമായി ബൈബിൾ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്. 1828 ജർമ്മൻ ഹീബ്രു പണ്ഡിതനായ വിൽഹേം ഗസേനിയസ് ആണ് രോഷ് എന്ന പദത്തെ റഷ്യയുമായി ആദ്യം ബന്ധിപ്പിക്കുന്നത്. എന്നാൽ സ്കോഫീൽഡാണ് ഇതിന് വ്യാപക പ്രചാരം നൽകിയത്. അതായത് ബൈബിൾ പഠിതാക്കളുടെ ഇടയിൽ വ്യാപക അംഗീകാരമുള്ള സ്കോഫീൽഡ് റഫറൻസ് ബൈബിളിലൂടെ ഈ വ്യാഖ്യാനം വ്യാപകമായി ആളുകളിലേക്ക് എത്തിച്ചേർന്നു. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ ലോകത്തിന് ഭീഷണിയായി ഉയർന്നപ്പോൾ ഹാൽ ലിൻസെ, ഡോക്ടർ ജോൺ വാൾവുഡ് തുടങ്ങിയ ഡിസ്പെൻസേഷണൽ വ്യാഖ്യാതാക്കൾ റഷ്യയെ ഗോഗിന്റെ ശക്തിയായി അവതരിപ്പിച്ചു. ഈ പ്രവചനപരമായ തിരിച്ചറിയൽ ശീതയുദ്ധകാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിലും USSRന്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യയിലൂടെ ഇതിൻ്റെ പ്രാധാന്യം വ്യാഖ്യാതാക്കൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. ഡേവിഡ് ജെറമിയ, പാറ്റ് റോബർട്ട്സൺ തുടങ്ങിയ സമകാലീനരായ വ്യാഖ്യാതാക്കൾ 2022 റഷ്യ യുക്രൈനെ ആക്രമിച്ചപ്പോൾ ഇത് യെഹെസ്കേൽ പ്രവചനം 38-ന്റെ പൂർത്തീകരണത്തിലേക്കുള്ള ഒരു നീക്കമാണെന്ന് വരെ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. റഷ്യയുടെ സഖ്യകക്ഷികൾ യെഹെസ്കേൽ 38-ൽ ഗോഗിന്റെ സഖ്യത്തിൽ മാഗോഗ്, രോഷ്, മേശക്, തൂബാൽ, പേർഷ്യ, കൂശ്, പൂത്ത്, ഗോമർ, ബത്ത്, തോഗർമ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്നു. ഈ രാജ്യങ്ങൾ ഇസ്രായേലിന് ചുറ്റുമുള്ള എല്ലാ ദിശകളിൽ നിന്നും, അതായത് കിഴക്ക്, തെക്ക്, വടക്ക്, പടിഞ്ഞാറ് എല്ലാ ദിശകളിൽ നിന്നും വരുന്ന ഒരു ബഹുവംശീയ ശക്തിയെ സൂചിപ്പിക്കുന്നതാണ്. ഈ സഖ്യം ആധുനിക ജിയോ പൊളിറ്റിക്സിൽ കൃത്യമായ ഒരു ഭാഗത്ത് തന്നെ ഒത്തുകൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വ്യാഖ്യാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി. അത് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ രാജ്യം റോഷ്, അത് റഷ്യയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. ഉത്തരദേശം, ഫാർ നോർത്തിലുള്ള, ഇന്നത്തെ നിലയിൽ UN സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗത്വമുള്ള വൻതോതിലുള്ള സാമ്പത്തികമായ സൈനികമായ ഒരു ശക്തി എന്ന് പറയുന്നത് റഷ്യ തന്നെയാണ്. രണ്ടാമത്തേത് പേർഷ്യ.
അത് ഇറാനാണെന്ന് നമുക്കറിയാം. കിഴക്ക് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ശത്രു രാജ്യമാണ് ഇറാൻ. റഷ്യയുടെ സൈനിക സഹകരണവും ഇറാനുമായിട്ടുണ്ട്. മൂന്നാമത്തേത് മാഗോഗാണ്. മധ്യേഷ്യൻ സ്ഥാൻ രാജ്യങ്ങൾ കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, താജിക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ, ചിലർ അഫ്ഗാനിസ്ഥാനെയും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് ഉത്തര തെക്ക് ഭാഗങ്ങളിലുള്ള മുൻ സോവിയറ്റ് യൂണിയന്റെ ഘടകങ്ങൾ ഇപ്പോൾ റഷ്യയുമായി ഇവർക്കെല്ലാം പങ്കാളിത്തമുണ്ടെന്ന് മാത്രമല്ല, ഇതെല്ലാം ശക്തമായ മുസ്ലിം രാഷ്ട്രങ്ങളുമാണ്. നാലാമത് ഗോമർ ആൻഡ് ബെത് തോഗർമ. തുർക്കി കിഴക്കൻ യൂറോപ്പിലെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണിത്. തുർക്കി ഒരു നാറ്റോ രാജ്യമാണെങ്കിലും തുർക്കിയുടെ തന്ത്രപ്രധാനമായ ഒരു സ്വയംഭരണം നാറ്റോയിൽ നിന്നുള്ള ഒരു അകൽച്ചയെ കാണിക്കുന്നുണ്ട്. റഷ്യയുമായും നേരത്തെ പറഞ്ഞ സ്ഥാൻ രാജ്യങ്ങളുമായിട്ടെല്ലാം ഈ തുർക്കി ഒരു നല്ല അടുപ്പം സൂക്ഷിക്കുന്നുമുണ്ട്. അഞ്ചാമത്തേത് കൂശ്. ആഫ്രിക്കയിലെ സുഡാൻ, എരിത്രിയൻ പ്രദേശങ്ങൾക്ക് തെക്ക് റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഉപയോഗിച്ച കൂലിപ്പടയാളികൾ പ്രധാനമായും ഈ മേഖലയിൽ നിന്നുള്ളവരായിരുന്നു. അതായത് ഭാവിയിൽ ഉണ്ടാകാവുന്ന ഒരു സൈനിക നീക്കങ്ങളിലും ഇവരുടെ ആൾബലവും പിന്തുണയും റഷ്യക്ക് ലഭിക്കുമെന്ന് ഉറപ്പാണ്. ആറാമത്തേത് പൂത്ത് അഥവാ ഇന്നത്തെ ലിബിയ. തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് അത് സ്ഥിതി ചെയ്യുന്ന. ആഫ്രിക്കയിലെ നാലാമത്തെ വലിയ രാജ്യം, 95% സുന്നി മുസ്ലിങ്ങളുള്ള രാജ്യം. ഇപ്പോൾ തന്നെ റഷ്യക്ക് ലിബിയയുമായി സൈനിക ഉടമ്പടികളും ധാരണകളും ഉണ്ട് എന്നുള്ളതും ഓർക്കുക. റഷ്യയുടെ തന്ത്രപരമായ നീക്കങ്ങൾ ഈ പ്രവചനത്തിൽ പരാമർശിക്കപ്പെട്ട എല്ലാ സഖ്യകക്ഷികളുമായി കൃത്യമായി യോജിച്ചു വരുന്നുണ്ട്. ഇസ്രായേലിന് വടക്ക് സിറിയൻ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് റഷ്യയും ഇറാനും തുർക്കിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ഈ മൂന്ന് രാജ്യങ്ങൾ ചേർന്നുള്ള ത്രിരാഷ്ട്ര അച്ചുതണ്ട് ഇസ്രായേലിൻ്റെ വടക്കൻ അതിർത്തിയിലേക്ക് സൈനിക സാന്നിധ്യം ഉറപ്പാക്കുവാൻ സാധിക്കുന്ന നിലയിൽ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2015 ശേഷമുള്ള റഷ്യൻ സൈനിക താവളങ്ങൾ, അതായത് ലഡാക്കിയ, ടാർട്ടസ് എന്നിവ, ഇറാനിയൻ സൈന്യത്തിൻ്റെ സാന്നിധ്യം ഈ പ്രദേശങ്ങളിൽ ഒരു പുരാതന പ്രവചനത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ ക്രമീകരണത്തിൽ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു. കൂടാതെ ആഫ്രിക്കൻ രാജ്യങ്ങളായ സുഡാനും ലിബിയയും കൂശും പൂത്തും റഷ്യൻ വാഗ്നർ സേനാംഗങ്ങൾക്ക് അവർ ആതിഥേയത്വം നൽകുന്നു എന്ന് മാത്രമല്ല, മോസ്കോയുമായി സൈനിക ധാരണകൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന് തെക്ക്, വടക്ക്, കിഴക്ക് എന്നീ ദിശകളിൽ നിന്നുള്ള ഈ രാജ്യങ്ങളുമായുള്ള റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക തന്ത്രപരമായ സഹകരണമാണ് പ്രവചനപരമായ പൂർത്തീകരണത്തിൻ്റെ ഏറ്റവും ശക്തമായ തെളിവായി വ്യാഖ്യാതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. തുർക്കിയാണെങ്കിൽ നാറ്റോ അംഗമായിരിക്കുമ്പോൾ തന്നെ റഷ്യൻ സഖ്യത്തിൽ ചേരുന്നത് വിരോധാഭാസമായി നമുക്ക് തോന്നാമെങ്കിലും റഷ്യ, ഇറാൻ എന്നിവരുമായുള്ള അതിൻ്റെ തന്ത്രപരമായ സഹകരണങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളെക്കാൾ ശക്തമായി നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ജിയോ പൊളിറ്റിക്കൽ വിള്ളലുകൾ പ്രവചനപരമായ സഖ്യരൂപീകരണത്തിന് ആക്കം കൂട്ടുന്നു എന്നും തുർക്കി പടിഞ്ഞാറൻ സഖ്യത്തിൽ നിന്ന് പതിയെ അകന്നു പോകുന്നതിൻ്റെ സൂചനയാണിതെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഈ പ്രവചനങ്ങൾ പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്നോ എന്നുള്ള ചോദ്യം പ്രസക്തമായി മാറുന്നു. യെഹെസ്കേൽ 38 പ്രവചനത്തെ റഷ്യയുമായി ബന്ധിപ്പിക്കുന്ന വ്യാഖ്യാതാക്കൾ റഷ്യയുടെ നിലവിലുള്ള ജിയോ പൊളിറ്റിക്കൽ നിലപാടുകൾ ഈ പ്രവചനാവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്ന് ശക്തമായി വാദിക്കുന്നു. ഡിസ്പെൻസേഷണൽ ദൈവശാസ്ത്രജ്ഞർ ഉറപ്പിച്ചു പറയുന്നത് പോലെ റഷ്യൻ നയതന്ത്രം ചൈനയെ മാത്രം ആശ്രയിക്കാതെ ഒരു യുറേഷ്യൻ ശക്തിയായി നിലനിൽക്കുവാനുള്ള, വളർന്നു വരുവാനുള്ള ശ്രമങ്ങളിലൂടെ ഇറാനോടും തുർക്കിയോടും മറ്റ് സഖ്യരാജ്യങ്ങളോടുമൊപ്പം ചേർന്ന് യെഹെസ്കേൽ 38 ആവശ്യമുള്ള ഒരു ശക്തിഘടന ഇന്ന് ലോകത്ത് സജ്ജമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യെഹെസ്കേൽ 38 പ്രവചനത്തിൻ്റെ കാതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ മനുഷ്യൻ്റെ രാഷ്ട്രീയമായ തീരുമാനങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ പരമാധികാരമാണ് ലോക സംഭവങ്ങളെ നയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. റഷ്യയുടെ നേതാവായ ഗോഗിനെ ദൈവം വഴിതെറ്റിച്ച് താടിയെല്ലിൽ ചൂണ്ടൽ കൊളുത്തി വലിക്കുമെന്ന് യെഹെസ്കേൽ 38:4 നമ്മൾ വായിക്കുന്നുണ്ട്. റഷ്യൻ നീക്കങ്ങൾ പ്രാവചനിക പദ്ധതിയുടെ ഭാഗമാണെന്ന് പാറ്റ് റോബർട്ട്സൺ പോലും അഭിപ്രായപ്പെട്ടത് ഈ ദൈവിക നിയന്ത്രണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പ്രവചനങ്ങൾ ആത്യന്തികമായി ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിലേക്കും ദൈവത്തിൻ്റെ മഹത്വം ലോകത്തിൽ വെളിപ്പെടുന്നതിലേക്കും നയിക്കും എന്നുള്ളതിന് സംശയമില്ല. ആധുനിക ലോകം അന്ത്യകാല സംഭവങ്ങളിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ ശക്തമായ സൂചനയായിട്ടാണ് ഈ ജിയോ പൊളിറ്റിക്കൽ സിനാരിയോയെ
വ്യാഖ്യാതാക്കൾ കാണുന്നത്. പ്രവചനത്തിൻ്റെ പൂർത്തീകരണത്തിനായുള്ള സുപ്രധാനമായ അടയാളങ്ങൾ ഇന്ന് ലോകവേദിയിൽ ദൃശ്യമായി കൊണ്ടിരിക്കുന്നു. ബൈബിൾ പഠിക്കുകയും പ്രവചനങ്ങൾ നിരീക്ഷിക്കുകയും ലോകത്തിൻ്റെ ഗതിമാറ്റങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. റഷ്യയും സഖ്യരാഷ്ട്രങ്ങളും വടക്ക് നിന്ന് ഇസ്രായേലിനെതിരെ മഹാസൈന്യമായി ഒരു പടനീക്കത്തിന് ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള ചോദ്യം ഇന്നും പ്രസക്തമായി നിലകൊള്ളുന്നു. അതിനുള്ള സാധ്യതകൾ പ്രവചന പഠിതാക്കൾ നമ്മുടെ മുൻപിൽ ചൂണ്ടിക്കാണിക്കുന്നു.